ആ സ്ത്രീ ജനങ്ങളാണ് அந்த லெட்டர் கொடுங்கோ. ചത്താലും പറയില്ലടാ, അതാര് തന്നാലും ചത്താലും ഞാൻ തന്നാന്ന് പറയില്ല, നമുക്ക് ലെറ്റർ വായിക്കാം. ലെറ്റർ എടുക്കാൻ പറ്റത്തില്ല മാം, വൈ അത് വലിയ പ്രശ്നവും. കാണിച്ചാ മതിയോ? ആരോട് പറയരുത്. ഇല്ല ആരോട് പറയില്ല, ആരോട് പറയരുത്. അതെന്താ ബ്ലഡ് കൊണ്ടാണ് എഴുതിയത്? റെഡ് കളർ സത്യം പറഞ്ഞ എന്താന്നറിയോ, എനിക്കിത് ആരും ലെറ്റർ തന്നിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ എന്റെ കൈയക്ഷരത്തിൽ ഞാൻ ഇടത്തെ കൈ കൊണ്ട് ചെയ്തു, അങ്ങനെ എഴുതിയൊരു ലെറ്റർ ആണത്. അതെ 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 അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. എനിക്കത് അപ്പളെ തോന്നി. പോരെ ആയില്ലേ? എല്ലാ സൗണ്ടോടെ ബസ് കയറി പോയത്, സൗണ്ടൊന്നും ഇല്ലല്ലോ. പോയി ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു സൗണ്ട്, മാരത്തോൺ കഴിഞ്ഞ ആൾക്കാരെ ഇത്രയും പുച്ഛിക്കരുത്. അതെ, ബിഡിയൻ സാറിന്റെ അത് പെക്യുലിയർ ലാഫാണോ? ഒന്നുകൂടെ റിപ്പീറ്റ്. നിങ്ങൾ പുറത്തുവിടാറില്ല, ഞങ്ങളത് ഇലുമിനാറ്റിക്കാർ മാത്രം ഉള്ള ഒരു രഹസ്യ സങ്കേതമാണത്. ബേസിൽ ജോസഫിന്റെ ചിരിയൊക്കെ പറയില്ലേ, അതേപോലെ അതെ അതെ ജൈലത്തിലെ ബിഡിയൻ സാറ്. അതെ 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 സോറി, അങ്ങനെ വരത്തില്ല. കോഎഫിഷ്യന്റ് ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് ദ സോറി ഞാൻ പറഞ്ഞോളൂ, അങ്ങനെ വരത്തില്ല അത്. അതെ, എപ്രസ്പിദോൾസ്കി റൂൾ പ്രകാരം നോക്കുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ദ എക്സ്പാൻഷൻ സോറി മാം, HOD നമസ്കാരം, അനുഗ്രഹിക്കണം. ബിഡിയന്റെ ക്രിസ്മസിനെ പറ്റി പറയട്ടെ. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമില്ല, പക്ഷെ ക്രിസ്മസിനെ പറ്റി പറയുമ്പോ ഞാൻ എന്റെ നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ ഞങ്ങള് ക്രിസ്മസ് 25-ാം തീയതി രാത്രി, വിച്ച് മീൻസ് 24th നൈറ്റ്, അന്നാണല്ലോ പരിപാടി. അല്ല 24th നൈറ്റ്, അതായത് 25-ാം തീയതി രാവിലെ വരെ പ്രോഗ്രാം ആയിരിക്കും. അല്ലല്ല 24th നൈറ്റ്. അന്ന് 25th ലീവ് ആയതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും, നൈറ്റ് ബൈക്ക് എടുത്തിറക്കും. ബൈക്ക് എടുത്തിട്ട് മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഓരോരോ എന്താ പറയാ പള്ളികളുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെ പള്ളികളുടെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ അവിടെ കരോളല്ല, പിള്ളേരെ കാണാൻ പറ്റും. ഞാൻ കരുതി ഫുഡ് പറയുന്നു, അതുപോലും വായ നോട്ടം, പക്ക പ്രൊഫഷണൽ വായ നോട്ടം. ചില സമയത്തൊക്കെ മറ്റൊരു സത്യം, ഇനി മാറ്റി പറ. ഇത് ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഇംപ്രസ്ഡ് ആയല്ലോ. ഭയങ്കര രസമാണ് നൈറ്റ് ഇങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെ കറങ്ങും. 3 പേരുണ്ടോ ഒരു വണ്ടിന്റെ മുകളിൽ. പോലീസും കൂടെ കേൾക്കട്ടെ. നിങ്ങളൊരു ടീച്ചറാണ് മിസ്റ്റർ, ഒരു മോഡലാണ്. ഓക്കെ, എന്റെ പിള്ളേര് നന്നാവത്തില്ല, അല്ല സോറി എന്റെ പിള്ളേർ എടുക്കാവത്തില്ല. പറഞ്ഞൊക്കെ മായ്ച്ചോളാം, എല്ലാം മായ്ച്ചോളാം. പറഞ്ഞതെല്ലാം വെറുതെ ഫൺ ഫാക്ടാ. റൂൾസ് ഫോളോ ചെയ്യുന്ന ആളാ. അവർ പെൺകുട്ടികളെ കാണാറില്ല, പെൺകുട്ടി ഫ്രണ്ട്സേ ഇല്ല, അതുകൊണ്ടാണ് അവർ ലെറ്റർ തന്നെ എഴുതിയതല്ലേ. அப்படிதா மாமுக்கு தெரியல, மேமுக்கு தெரியும். மேமா മേമേ மேமே മേമേ നമ്മൾ സ്നേഹം കൂടുമ്പോ നമ്മള് മേമനെ മേമേ നീട്ടിയാണ് ഒരു വിളിയാ. ഞങ്ങളല്ല വീഡിയോയിലുള്ളി. ക്ഷമിക്കണം, പൊറുക്കണം. കൂടുതൽ സ്നേഹം എന്താ ചെയ്യാ. ഞങ്ങൾക്ക് സ്റ്റാഫ് റൂമിൽ പല സ്വീറ്റ്സ് ഞങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എവറി ടൈം എന്തെങ്കിലും സെലിബ്രേഷൻ നടക്കും. അധിക സമയവും ഞങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന്, ട്രിച്ചിയിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് സ്വീറ്റ്സ് വരാനുള്ള മെയിൻ റീസൺ മാമാണ്. അതെ, മുറുക്ക് കൊണ്ടുവരും, ലഡ്ഡു കൊണ്ടുവരും, ജിലേബി കൊണ്ടുവരും, ജാഗ്രി, കുഞ്ഞി ജിലേബി, എല്ലാം. സ്റ്റാഫ് റൂമിൽ ഏത് സമയവും എന്താണ് ഫുഡ് ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും തന്നെ ഗോകർണ വരെ പോയിട്ടും ഒന്നും കൊണ്ടുവരാത്ത ആൾക്കാരുണ്ട്. അതെ അതെ, അത് വളരെ മോശമായിട്ടുള്ള വളരെ മോശമായി പോയി. അത് അങ്ങനെ ചെയ്യാൻ പാടേയില്ല. അതെ അതെ, ഞാൻ എപ്പോഴേ പറഞ്ഞാണ് ഗോകർണലീസ് എന്താ പറയാ പർച്ചേസ് ഉള്ള സ്ഥലം ഇല്ല എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കണ്ടേ? പാവം ഞാൻ ഞാനല്ല, അത് വേറെ ആളോട് പറയാൻ വേണ്ടി പറഞ്ഞതാ. മതി, കയ്യിന്ന് പോയി. ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് ഡെയിലി മോർണിംഗ് വരുമ്പോ ഏതെങ്കിലും ഒരു കവറിൽ മേടിച്ചു വരൂല്ലേ. അങ്ങനെ നല്ല ഒരു സാറാ. ഞാൻ കണ്ടില്ലല്ലോ. എന്നിട്ട് ഇതേ കേട്ട് ഇൻസ്പയർ ആയിട്ട് നാളെ കൊണ്ടുവരണം. അതെ, നാളെ ടേബിളിൽ നിറയെ ഭക്ഷണ സാധനങ്ങളായിരിക്കും. അതെ, HR കേൾക്കണ്ട.
HR കേക്കണ്ട, ഫുഡ് കൊണ്ടുവരാൻ പാടില്ല. നിറയെ വെക്കാൻ പാടില്ല. Yeah, yeah, yeah. അതുകൊണ്ടാണ് ബീഡിയൻ അങ്ങനെ ചെയ്യാതല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കളി തുടങ്ങട്ടെ. Sure. ഓക്കെ. സോ ട്രൂത്ത് ഓർ ഡെയർ. ഞാൻ ബീഡിയൻ തുടങ്ങട്ടെ. എൻ്റെ അമ്മേ. ബെസ്റ്റ് ചോയ്സ്. ട്രൂത്ത് ഓർ ഡെയർ, സത്യം പറയണം കേട്ടോ. Sure, തീർച്ചയായിട്ടും. മറ്റന്നാൾ ക്രിസ്മസ് അല്ലേ. മാം ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് ലാസ്റ്റ് ട്രൂത്ത് ഓർ ഡെയർ. അല്ലല്ല, ട്രൂത്ത് ഓർ ഡെയർ എന്നിട്ട് ചൂസ് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. ആണല്ലേ, അങ്ങനെയല്ലേ? കറക്റ്റ്. അങ്ങനെയാ. ഓക്കെ. ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത്. ട്രൂത്ത് അല്ലേ. സത്യം ലെറ്റർ ആര് എഴുതിയതാ? സത്യം ലെറ്റർ ആര് പറഞ്ഞതാ? അത് കള്ളം പറഞ്ഞെങ്കില് പിന്നെ അത് മാം ഒരു അജ്ഞാത സുന്ദരി. മാം ഹി ഈസ് ബ്ലഷിംഗ് മാം. അതെ, അതിലുണ്ട് എല്ലാം. എല്ലാവരും ആ സീക്രട്ട് പറയണം. ആ ബ്ലഷും ആ ഷൈനിങ്ങിന്റെ സീക്രട്ട് അറിയോ? അത് ചോദിച്ചാൽ ഫേസ് വാഷ്. അല്ല, അതിപ്പോ മീൻസ് അതിലേക്ക് നമുക്ക് മാറണ്ട. ഇതിന് ആദ്യം കിട്ടട്ടെ. ശരി ശരി. അത് സംഭവം എന്താന്ന് വെച്ചാല് അത് ഏതൊരു കുട്ടി എഴുതിയതാണ്. ആരാന്ന് എനിക്കറിയില്ല, അജ്ഞാതയാണത്. ആണല്ലേ. അതെ അതെ. പിന്നെ അത് കുട്ടി എഴുതിയത് അത് കുട്ടിയാണോ? അതില് അങ്ങനെ പരാമർശിക്കുന്നുണ്ട്, അത് കുട്ടിയാണെന്ന് പരാമർശിക്കുന്നുണ്ട്. ഏത് കുട്ടിയാന്ന് അറിയില്ല. ആ ചിരിയിലുണ്ട്, അതറിയില്ല. ചെറിയൊരു ക്ലൂ. ആക്ച്വലി എനിക്ക് ഒരു കാര്യം കൂടെ അറിയണമെന്നുണ്ടായിരുന്നു. മറ്റേ അല്ല, ഫേസ് വാഷിന്റെ ഒരു ബ്ലഷ് വരുന്നതാണ്. അതെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ലൈവിലൊക്കെ ഒരു ബ്ലഷ്. അത് സംഭവം എന്ന് വെച്ചാല് നമ്മള് കാരണന്മാരായിട്ട് ഭംഗിയുണ്ട്, കോലുണ്ട്, അത് നമ്മള് ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. മതി മതി, കണ്ടില്ല. ഞാനിപ്പോ നെക്സ്റ്റ് നിമ്മിയില. അതെ, നിമ്മി ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ട്രൂത്ത്. നിമ്മി മാമിടെ ചോദിക്കാൻ ഏതെല്ലാം ചോദ്യങ്ങളുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നുമില്ല. മറ്റേ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അത് ആരെയാണ് ചോദിച്ചത്? ആരാണ് പ്രപ്പോസ് ചെയ്തത്? കറക്റ്റ്. ഞാൻ പറയാ നിങ്ങൾക്ക് അറിയോ? ഇല്ല, എന്നാലും പറ. ഈ വീഡിയോ അവൻ കാണുമ്പോ അവനറിയാലോ. പറഞ്ഞാ മതി ഏത് ക്ലാസ്സിലാണ്. നോ നോ നോ. അത് ക്ലാസ്സിൽ പോസിബിൾ അല്ല. പിന്നെ അപ്പൊ ഡയർ ചെയ്യണല്ലേ? ട്രൂത്ത് പറഞ്ഞില്ലെങ്കിൽ ഓ മൈ ഗോഡ്, ഡെയർ. ഡയറോ? ഇല്ല, മാറ്റി പറയാൻ പറ്റില്ല. അതെ അതെ അതെ, മാറ്റി പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാ ചോദിക്കാം. ട്രൂത്ത് ഓർ ഡെയർ? ഇല്ല, ചോദ്യം കേട്ടതിന് ശേഷമാണല്ലോ മാറ്റിയത്. അത് റൂളില്ല. സത്യമാ ലോല അങ്ങനെ പറയുന്നുണ്ട്. ട്രൂത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൾ ട്രൂത്ത് പറയാൻ അവൾക്ക് താല്പര്യമില്ല. ഒരു ടാസ്ക് ചെയ്യണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടാസ്ക് ചെയ്യണം അല്ലേ? ഓക്കെ, ടാസ്ക് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളെ സ്റ്റാഫ് റൂമിൽ വരുന്ന എല്ലാവരെയും കൊണ്ട് പാട്ട് പഠിപ്പിക്കാറുണ്ട് അല്ലേ? ഒരു പാട്ട്, ഞാൻ അത് കുറച്ച് താത്തിരട്ടെ ചെവിന്റെ ഇടയ്ക്ക്. ഞാൻ ശരിക്കും പാട്ട് പാടണോ? വേണം. 2 lines. 2 lines. 2 lines. അതല്ലേ അറിഞ്ഞിട്ടില്ല. ബാത്റൂം സിംഗർ. കോളേജിൽ പഠിക്കുമ്പോ. ഓക്കെ, ഓ എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് അശ്വിൻ എടുത്ത് ഓടിയ ചെയ്തേ. അവള് പാടട്ടെ. എനിക്ക് ആ സ്റ്റോറി ഞാൻ പറയാം. വേണ്ട, അത് പറയാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് സോങ് കേട്ടാ മതി. ഇതിപ്പോ എന്നെ റോസ്റ്റ് ചെയ്യാനിരിക്കുന്ന പോലെ ഉണ്ട്. വേണ്ട വേണ്ട, സോങ് മതി, സോങ് മതി. നല്ല രസാണ്. ആക്ച്വലി ഞാൻ പാട്ട് പാടാറില്ല. കൊഴപ്പില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതാണ് ടാസ്ക്. പിന്നെ അത് പറയുവോ? ആരാണത്? ഇല്ല, ഞാൻ പാട്ട് പാടാൻ അതെങ്കി അത് രണ്ടായാലും പോറാന്ന്. ഞാൻ സ്കൂളിൽ പഠിച്ച നമ്മളൊരു പ്രയർ സോങ് ഉണ്ട് സ്ഥിരം പാടുന്നത്. ശരിക്കും ഫുള്ളൊന്നും ഓർമ്മയില്ല. നോക്കണില്ല, പറയല്ലേ? നോക്കൂല പഠിക്കോ. There shall be showers of blessings. This is a promise of Lord. There shall be seasons refreshing, sent from the Savior above. Showers of blessings we plead. എത്ര ഓർമ്മയുള്ളൂ? ആരും പറഞ്ഞതില്ല. അല്ല, ഇത് ആക്ച്വലി പ്രയർ ഞങ്ങളിപ്പോ പ്രയറിനാണ് പാടാറ്. കോൺവെന്റ് സ്കൂളാണ്. അതില് ഫുള്ള് ക്രിസ്മസ് ഒക്കെ മന്ത് ഫുള്ള് കാരൽ സോങ്സ് ഞങ്ങൾ പാടാറുണ്ട്. പക്ഷെ ഇത് പ്രയർ സോങ് കേട്ടിട്ടുണ്ട്. സോറി, കേട്ടിട്ടുണ്ട്. പാടുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത ഗായത്രി. ഗായത്രി, ട്രൂത്ത് ഓർ ഡെയർ? മാമിന് എന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടത്? ഡയർ ആണോ? ഡയർ ഗായത്രി പാട വെക്കാം. പാടണ്ട. അത്
ഗായത്രി ഈസി ആയിട്ട് പാടും. സ്റ്റാഫ് റൂമിലുള്ള ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ അത് നല്ല ഒരു ഹൂ വിൽ യു ഇമിറ്റേറ്റ്? എന്റെ ഒബ്സർവേഷൻ ലെവൽ വളരെ വീക്കാണ്. ഞാൻ എന്താ നമ്മളെ കണ്ടന്റ് ക്രിയേറ്ററിനെ നീ ഇമിറ്റേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് വെരി ഈസി. അതെ, അടാ പിന്നെ അതൊക്കെ മുടി എല്ലാം കറക്റ്റ് ആണ്. ഇങ്ങനെ ഇട്ടാ മതി. പക്ഷെ തല ചൊറിയണം. വളരെ എളുപ്പമാണ്. ഇപ്പൊ ഞങ്ങളെല്ലാരും ആക്ച്വലി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ കണ്ടന്റ് ക്രിയേറ്റർ അത് നമ്മളുടെ ഈ പ്രൊമോ വീഡിയോസ് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവ് വീഡിയോസിന്റെ ഒക്കെ ഈ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്ന ആളാണ് കണ്ടന്റ് ക്രിയേറ്റർ. മൊത്തത്തിൽ പറഞ്ഞാൽ തല എന്ന് പറയാം. അതിന്റെ പിന്നില് വർക്ക് ചെയ്യുന്ന തല ലത. ആ ലെവലാണ്. സോ ഗായത്രി അതുകൊണ്ടാണ് അവർ തല വാരാതത്. ക്രിയേറ്റിവിറ്റി അതിന്റെ ഉള്ളിൽ നിന്നാണ് തോന്നുന്നത്. അറിയില്ല. എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, ഗായത്രിന്റെ ട്രൂത്തിലേക്ക് ഇപ്പൊ ഷെഡറിലേക്ക്. നമ്മളിപ്പോ മീൻസ് നമ്മൾ സ്റ്റുഡിയോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കാം. അല്ല നമ്മൾ സ്റ്റുഡിയോ നീ വന്നിരിക്കുകയാണ്. അപ്പൊ മിസ്സേ നമ്മുടെ ഇത് വന്നിട്ട് എന്താ വെച്ചാൽ നമ്മള് മിസ് ഡോക്ടറാണ്. ഓക്കെ, ഇപ്പുറത്തെ പേഷ്യന്റ് ഇരിക്കും. അപ്പൊ മിസ് എന്താ പേഷ്യന്റിനോട് പറയാ? ഇരിക്കൂ. അതന്നെ. ഓക്കെ ഓക്കെ. പേഷ്യന്റ് എന്താ ഡോക്ടറോട് പറയാ? എനിക്ക് വയ്യ. അതന്നെ. അപ്പൊ ഈ രണ്ട് ഡയലോഗ് സെറ്റ് ആയിട്ടോ. ഡോക്ടറെ തിരിച്ചറിയാം. എന്താണ് സുഖം? അത് തന്നെ. Okay. ഇതാണ് അതെ അതെ അതെ. കണ്ടന്റ് ഓവർഫ്ലോ ഇനി ഞാൻ സീരിയസ് ആയിട്ട് വിളിക്കാം. അപ്പൊ മറ്റേ ആ ചിരി റിയാക്ഷൻ നീ ഇപ്പൊ ഞാൻ വിളിക്കാം. പ്രൊമോ ഉണ്ടെന്ന് പറയാം. പ്രമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് വളരെ തിരക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് മീൻസ് തിരക്കുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. സ്ലൈഡ് എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കും. അതെ, എന്ന് വെച്ചാൽ 5 മണിക്ക് ഐ മീൻ 7 മണിക്ക് നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. ഓക്കെ, നിന്നെ പ്രൊമോന് വിടണത് അല്ല നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യാം. ഞാനത് വിളിക്കാം. ഞാൻ ബിസിയാണ്, എനിക്ക് ബാങ്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറയാം. വിളിച്ചോ. ഹലോ വിനലെ. ആ. വിനലെ എനിക്ക് കുറച്ച് തിരക്കണം. നമുക്ക് ഇപ്പൊ ഒന്ന് ഷൂട്ട് ചെയ്താലോ? ശരി. ആഫ്റ്റർ 2 hours തിരിച്ചു വിളിക്കുന്നു. മിസ് ഇപ്പോഴാണ് സെറ്റ് അതെ. അങ്ങനെയാണ് ചെയ്യാം. പിന്നെ കൃത്യം 3 o'clock ആവുമ്പോ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിലേക്ക് എന്തായാലും വന്നിരിക്കും. കാരണം 3 മണിക്കാണ് ഞങ്ങൾക്ക് സ്നാക്സ് വരിക. അപ്പൊ കറക്റ്റ് എന്നെ നോക്കിയിട്ടാണ് ഫുഡ് വരിക. എന്നിട്ട് ഞാനാണ് യൂഷ്വലി ബില്ലിൽ കൊടുക്കാണ്ട് എടുത്തു വെക്കണ ആള്. അതെ. എന്നെ എല്ലാം കണ്ടു കഴിഞ്ഞാ ഗായത്രി ആ പുഴുത്തി വെച്ചിരിക്കും. ട്രൂത്തോടായിരുന്നു മാറി ഒരു അതെ, റോസ്റ്റിംഗ് ഷോ ആയി. ഇത് അവനെ റോസ്റ്റ് ചെയ്യുന്ന പോലെയായി. അതെ, നമ്മള് വിഷയത്തിൽ നിന്ന് അനാവശ്യമായിട്ട് പ്രൊമോഷൻ കൊടുക്കരുത്. നെക്സ്റ്റ് ഫൈനലായിട്ട് ഒരു സമാധാനം. ഈ ക്രിയേറ്റീവ് വീഡിയോ അടക്കം ബിനിലിനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ബിനിലിനെ കാണണമെങ്കിൽ കണ്ടിട്ടുണ്ട് അവര്. കണ്ടിട്ടുണ്ട് അവര് പല പ്രൊമോസിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുറെ പ്രൊമോസ് അവർക്ക് അറിയില്ല. ഞങ്ങള് അതെ, ഏതാണ് നായകനാണ് ഹരിയേട്ടനാണ് നമ്മുടെ കണ്ടന്റ് റൈറ്റർ. ആ ഒരു ലുക്സ് കണ്ടപ്പോ മനസ്സിലാവില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മളെ പ്രൊമോ പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഒരു പ്രൊമോയിലെ മറ്റേ ആ തബലേന്റെ സെൻട്രൽ ഫ്രഷിന്റെ ആഡ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ബിനില്. പിന്നിലുള്ള ആ മുടിയുള്ള ഗൈ. അതെ, ഓക്കെ ആണെങ്കിൽ സൈറ്റിലുള്ളതാണ് ഞങ്ങളുടെ കോണ്ടന്റ് ക്രിയേറ്റർ. നെക്സ്റ്റ് അഖിലേക്കുള്ള ക്വസ്റ്റ്യൻ. ട്രൂത്ത് എന്നിട്ട് ഡയറിലേക്ക് പോവാലോ അല്ലേ? ഓക്കെ, ചോദിച്ചിട്ട് പറയാണ്ടിരുന്നാ മതി. അഖിലേക്ക് സ്റ്റാഫ് റൂമിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാള് പറയട്ടെ? ബബി സർ. ശരിയാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യാം. കാരണം എല്ലാരും ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചാ ഫസ്റ്റ് ബബി സാർ തന്നെയാണ്. വെരി ഡിപ്ലോമാറ്റിക് പേഴ്സൺ. പക്ഷെ ഏറ്റവും അധികം ബഹുദ്ദീൻ സാർക്കായിരിക്കും ഫേവറേറ്റ്. എക്സാക്ട്ലി അല്ലെ? സാർ കുറെ നേരമായിട്ട് മിണ്ടാണ്ടിരിക്കാണ്. സാർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, കെയറിംഗ് ആണ്, ലവിങ് ആണ്. സാർ ഭയങ്കര എന്താ പറയാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹൃദയം അറിഞ്ഞ പെരുമാറാൻ സാറിന്. ഏത് സിനിമയിലെ ഡയലോഗ് ആയിരുന്നു ഇത്? അത് അയ്യപ്പനും കോശി. പിന്നെ മേഘാമിസ്. ഞാനോ? ട്രൂത്തോ ഡയറോ? ഞാൻ ട്രൂത്ത് പറയാം. ട്രൂത്ത് അല്ലേ? എനിക്ക് മേലനങ്ങാൻ വയ്യ. അതെ, എനിക്ക് എനിക്കത് ശീലമില്ല. എന്റെ പപ്പയും മമ്മയും എന്നെ അങ്ങനെയല്ല വളർത്തി. എന്നെ പൊന്നു പോലെ ട്രൂത്ത് മേഘമാമ. എനിക്ക് ഫാക്കൽറ്റി ആയിട്ട് ഇരിക്കാനാണോ ഇഷ്ടം, HR ആയിട്ട് ഇരിക്കാനാണോ ഇഷ്ടം? എന്ത് ചോദ്യം? അത് നല്ലൊരു ചോദ്യമാണ്. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് കൂടെ പറ. അത് ഞാൻ പറയാം. അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതെ, എനിക്ക് അങ്ങനെ ഫാക്കൽറ്റി ആയിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. മീൻസ്
അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ അല്ല കേട്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള ടൈപ്പിലല്ല. ഞാൻ പോസിറ്റീവായിട്ട് എല്ലാവരും എവിടെ എങ്ങനെയെന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് അന്വേഷിക്കാം. ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അതായത് നമ്മുടെ സ്റ്റാഫ് റൂമിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരെവിടെ പോയി എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ചോദിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇവരെന്നെ HR വിളിക്കുന്നത്. സോ ഇവര് പലരും ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് കുറെ സമയം ലേറ്റ് ആകുമ്പോൾ ഞാൻ ചോദിക്കാം അതെന്താ വരാത്ത സമയമായല്ലോ. അത് എനിക്കത് ഹോബി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഭയങ്കര കെയറിംഗ് ആണ്. അതെ അതെ. അപ്പൊ ഞങ്ങൾ ടീം ലീഡർ എപ്പോഴും പറയും വന്നിട്ട് ഇവിടെയല്ല HR അതെ, എന്റെ ഒബ്സർവേഷൻ സ്കില്ലാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മേഘ ഇപ്പൊ അധികം വരാൻ തുടങ്ങിയതുകൊണ്ട്. അതെ, ഉണ്ടായിരുന്നെങ്കിലും പണ്ടായിരുന്നെങ്കിൽ സ്റ്റാഫ് റൂം ഒക്കെ ഉഴപ്പി നടന്ന് എവിടെയാണ് ചോദ്യം. ഇതിപ്പോ ഞാൻ ഉള്ളത് കൊണ്ട് ഇവരൊക്കെ നല്ലതുപോലെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിലും പേടിച്ചിട്ടാ മേഘ ഇല്ലായിരുന്നെങ്കിലും. യെസ് ഇക്വാലിറ്റി മാം. അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതെ ട്രൂത്ത് ഓർ ഡെയർ. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലൊരു സോങ്, ഞാൻ മാം ഇതുവരെ സോങ് മലയാളത്തില് കേട്ടിട്ടില്ല. എനിക്ക് മലയാളത്തില് സോങ് അറിയത്തില്ലേ? ഞാൻ ലൈൻസ് പറഞ്ഞുതരാം. ഏതാ? അതിൽ ടൂണും പറഞ്ഞു കൊടുക്കണ്ട, നീ പറഞ്ഞു കൊടുക്ക. അല്ലെങ്കിൽ മാം തമിഴില് പഠിക്കും. മുൻപേ വായ നൻപേ വാ, മാമിന്റെ ലവ് സ്റ്റോറിയിലെ ബാക്ക്ഗ്രൗണ്ട്, കോളേജ് ലവ് സീനിയർ. എന്റെ ഹസ്ബൻഡ് എന്റെ സീനിയർ ആണ്, എന്റേത് ലവ് മാരേജ് ആണ്. ആ കാലത്തില് മൊത്തത്തില് എന്റെ ലവിന്റെ ആ സോങ് ആണ് അത്. അത് കേൾക്കുമ്പോ ഒരു നോസ്റ്റാളജിക് ഫീലിംഗ് വരുന്നത്. അതുകൊണ്ടാണ് ഇന്നും എന്റെ ഫോണിന്റെ റിംഗ് അപ്പലിருந்து ഇപ്പൊ വരെ അതേ റിംഗ് ടോൺ ആണ്. അത് നല്ലൊരു പരിപാടിയാണല്ലേ. True love. എനിക്കുണ്ടോ ട്രൂ ലവ്? അകലെ എനിക്കുണ്ടോ ട്രൂ ലവ്? ഓക്കെ, പറഞ്ഞോളൂ, പഠിക്കോളൂ, പാട്ട് പറഞ്ഞോളൂ. പാട്ട് കാണുന്നുണ്ട്, അതെ അതെ, പാട്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പഠിക്കോളൂ. കൺമണി അൻപോട് കാതലെന്നാണെന്നും കടിതമേ, പൊന്മണി പൊന്നീട്ട് സൗഖ്യമാണെന്നും സൗഖ്യമേ, ഉന്നെ എണ്ണി பார்க்கையில் கவிதை கொட்டது, அதை எழுத நினைக்கையில் வார்த்தை முட்டது. കൺമണി അൻപോട് കാതലെന്നാണെന്നും കടിതമേ. തന്തന തന്തനത്താ. അതല്ലടാ പാട്ട്, അത് വേറെ. വിടലേ പാട്ട്. സൗഖ്യമേ, ഉന്നെ എണ്ണി பார்க்கையில் കവിதை കൊട്ടത്, அதை எழுத நினைக்கையில் வார்த்தை முட்டது. സോ മക്കളെ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? സോ നമ്മളിന്റെ ഫൺ വൈബുള്ള ടീച്ചേഴ്സ് ആണ്. സോ എല്ലാവരും ന്യൂ ഇയറും ക്രിസ്മസും ജോളി ആയിട്ട് എൻജോയ് ചെയ്യണം. പിന്നെ കുറച്ച് ശ്രദ്ധിക്കണം. എക്സാംസ് കഴിഞ്ഞു, എൻജോയ് ചെയ്തോളൂ. പിന്നെ റിവിഷൻ ഒക്കെ ചെയ്തോളൂ. ഞാനും പറഞ്ഞു എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത്. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഓക്കെ, സോ വി ഓൾ വാണ്ട് ടു വിഷ് യു എ Merry Christmas and Happy New Year.